നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതിയുടെ ഒരു ശക്തമായ നിരീക്ഷണം, ഒരു പീഡന പരാതി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. ബലാത്സംഗ ആരോപണം തെറ്റാണെങ്കിൽ കുറ്റവിമുക്തനാക്കിയാലും ജീവിതകാലം മുഴുവൻ അതിൻ്റെ ദുരന്തം പേറേണ്ടി വരും ചിലർക്കെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അത്തരമൊരു കേസിൽ അകത്തായാൽ അതിൻ്റെ കറ ജീവിതത്തിൽ ഒരിക്കലും കഴുകിക്കളയാനാവില്ല എന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിലാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. വിവാഹിതയായ ഒരു യുവതി ഉഭയകക്ഷി സമ്മതപ്രകാരം യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് യുവാവിനെതിരെ പരാതി കൊടുക്കുകയായിരുന്നു. ഹർജിക്കാരനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് യാത്ര പോവുകയും വഴിയിലെ ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്ത യുവതി പിന്നീട് പീഡന പരാതി പോലീസിൽ നൽകി. സമൂഹമാധ്യമം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. ഇപ്പോഴിതാ ശക്തമായ ഒരു ഉത്തരവ് ഇന്ത്യയുടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ യുവാവിന്റെ മുൻകൂർ ജാമ്യം ശരിവെക്കുകയായിരുന്നു സുപ്രീം കോടതി. വിവാഹേതര ബന്ധത്തിന് തയ്യാറായതുവഴി യുവതിയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹിതയായിരിക്കെ ഭർത്താവല്ലാതെ മറ്റൊരാളുമായി ശാരീരിക ബന്ധം തുടർന്നതിൽ യുവതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയും. ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, എൻ കോടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഈ സുപ്രധാന ഹർജി പരിഗണിച്ചത്. യുവാവിന് പട്ന ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയാണ് ഹർജി നൽകിയത്. ബീഹാർ സ്വദേശികളാണ് ഇരുവരും. വിവാഹ വാഗ്ദാനം നൽകിയാണ് യുവതിയുമായി യുവാവ് പലവട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് യുവതി സുപ്രീം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദങ്ങൾ ഇത്തരത്തിലായിരുന്നു. എന്നാൽ നിങ്ങൾ വിവാഹിതയാണെന്നും 2 കുട്ടികളുടെ അമ്മയാണെന്നും സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി. വിവാഹത്തിന് പുറത്ത് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പക്വതയുള്ള നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. യുവാവ് പലവട്ടം യുവതിയെ ശാരീരിക ബന്ധത്തിനായി ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു വരുത്തി എന്ന അഭിഭാഷകന്റെ വാദവും കോടതി തള്ളിക്കളഞ്ഞു. അയാളുടെ ആവശ്യപ്രകാരം എന്തിനാണ് നിങ്ങൾ നിരന്തരം ഹോട്ടലുകളിലേക്ക് പോയത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. വിവാഹബന്ധത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു കോടതിയുടെ തിരിച്ചുള്ള ചോദ്യം. 2016 സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. അന്ന് മുതൽ ഇരുവരും തമ്മിൽ അടുത്ത ബന്ധം. ഒടുവിൽ വിവാഹമോചനം തേടാൻ യുവതി തീരുമാനമെടുത്തു. യുവതിയുടെ വിവാഹബന്ധം തകർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് യുവതി യുവാവിനെ സമീപിച്ചു. എന്നാൽ കാര്യങ്ങൾ കുഴപ്പത്തിലായി എന്ന് മനസ്സിലാക്കിയ യുവാവ് പിന്നീട് യുവതിയെ ഇത്തരം ബന്ധങ്ങൾക്കായി ക്ഷണിച്ചിരുന്നില്ല. ഇതോടെ പകമൂത്ത യുവതി യുവാവിനെതിരെ പീഡന പരാതി നൽകുകയായിരുന്നു. അതാണ് സുപ്രീം കോടതി എടുത്തെറിഞ്ഞ് ചവിട്ടുകൊട്ടയിലിട്ടത്. തിരുവനന്തപുരത്തുകാരി മെഡിക്കൽ വിദ്യാർത്ഥിനി യുവാവിനെതിരെ നൽകിയ പീഡന പരാതിയും സമാന സ്വഭാവമുള്ളതായിരുന്നു. നവംബറിൽ ഹർജിക്കാരനൊപ്പം വയനാട്ടിലേക്ക് പോകും വഴി ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ യുവാവ് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ ഉഭയസമ്മതപ്രകാരമാണ് ഈ ബന്ധമുണ്ടായത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇത് യുവതിയുടെ മൊഴിയിൽ തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് പോയപ്പോൾ ഹോട്ടൽ മുറിയിൽ തങ്ങാം എന്ന യുവാവിൻ്റെ നിർദ്ദേശം എന്തിനാണ് സ്വീകരിച്ചത്? പരസ്പര സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ മാറിയ സാഹചര്യങ്ങളും കോടതി കണക്കിലെടുക്കണമെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. സമാനമായ നിരീക്ഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ വിപ്ലവത്തിന് കാരണമാകും. തിരുവനന്തപുരത്തെ മെഡിക്കൽ വിദ്യാർത്ഥിനി ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. യുവതി നവംബർ 3 ട്രെയിനിൽ കോഴിക്കോട്ടെത്തി. പിന്നീട് ഹർജിക്കാരനൊപ്പം പോകുമ്പോൾ താമരശ്ശേരിയിലെയും തിരൂരിലെയും ഹോട്ടലുകളിൽ ഇരുവരും ഒരുമിച്ച് താമസിച്ചു. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ കോടതികൾ അതീവ ജാഗ്രത കാണിക്കണമെന്ന് അന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ജീവിത പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തതാണെങ്കിലും വിവാഹമോചന കേസിൽ തെളിവായി സ്വീകരിക്കാമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ മറ്റൊരു സുപ്രധാന വിധി. ഭാര്യയുടെ അറിവില്ലാതെ റെക്കോർഡ് ചെയ്ത സംഭാഷണം കുടുംബ കോടതിയിൽ തെളിവായി സ്വീകരിക്കാനാകില്ല എന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത്. ഭാര്യയുടേതാണ് എങ്കിൽ പോലും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് തെളിവായി നൽകുന്നത് മൗലികാവകാശ ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികൾ വിധി പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പഞ്ചാബ് ഹരിയാന
ഹൈക്കോടതി വിധികൾ റദ്ദാക്കിക്കൊണ്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരം തെളിവുകൾ അനുവദിക്കുന്നത് പങ്കാളികൾക്കിടയിലെ ഐക്യം നഷ്ടപ്പെടുമെന്നും പരസ്പരം സംശയിക്കാൻ ഇടവരുത്തുമെന്നും ഒളിഞ്ഞുനോട്ട പ്രവണതകൾ കൂടുതൽ ശക്തമാകുമെന്നുമുള്ള വാദഗതികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. പരസ്പരം കാര്യമായി ഒളിഞ്ഞു നോക്കുന്നതും തകർച്ചയുടെ ലക്ഷണമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പരസ്പര വിശ്വാസമില്ലായ്മ വ്യക്തമാണ് എന്നായിരുന്നു ജഡ്ജിമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം. പങ്കാളികളുടെ സംഭാഷണം സമ്മതമില്ലാതെ വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 122 വകുപ്പ് വിലക്കുന്നുണ്ട്. എന്നാൽ പങ്കാളികൾ തമ്മിലുള്ള കേസിലോ പങ്കാളിക്കെതിരായ കുറ്റകൃത്യത്തിന്റെ വിചാരണയിലോ ഇത് വെളിപ്പെടുത്താമെന്ന ഇളവുകളുമുണ്ട്. 122 വകുപ്പ് പങ്കാളിക്ക് നൽകുന്ന പ്രത്യേക അവകാശം സമ്പൂർണ്ണമല്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം കേസുകളിൽ സ്വകാര്യത ലംഘനമില്ല. അത്തരം അവകാശം തെളിവ് നിയമത്തിലെ 122 വകുപ്പ് നൽകുന്നില്ല. മറിച്ച് പങ്കാളികൾക്കിടയിലെ സ്വകാര്യതയിൽ ഒരു ഉപാധി നിർദ്ദേശിക്കുക മാത്രം. വിവാഹമോചന കേസിൽ ഭാര്യയുടെ കൊടുംക്രൂരത തെളിയിക്കുന്നതിന് അവരുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ CD ഹാജരാക്കാൻ ഭർത്താവിന് പഞ്ചാബിലെ ഭട്ടിൻഡ കുടുംബ കോടതി അനുമതി നൽകിയിരുന്നു. ഇത് മൗലികാവകാശ ലംഘനമാണ്. തൻ്റെ സമ്മതമില്ലാതെയാണ് റെക്കോർഡിംഗ് നടത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. രഹസ്യ റെക്കോർഡിംഗ് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. മാറുന്ന ഇന്ത്യയിൽ ശക്തമായ നിയമങ്ങൾക്കൊപ്പം ഒരു കാര്യം വ്യക്തമാകുന്നു. ഇപ്പോൾ മാറുന്ന കാഴ്ചപ്പാട് തന്നെയാണ് പൊതുവെ നിയമ സംവിധാനങ്ങൾക്കുമുള്ളത്. ആരെയും ഏത് കള്ളക്കേസിൽ കൊടുക്കാം എന്ന അവസ്ഥ മാറുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.